Hi all. In last session, we talked about the force acting between 2 point charges and it is governed by Coulomb's law. ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അത് കൺസർവേറ്റീവ് ആണ്, സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യും, ഇൻവേഴ്സ് സ്ക്വയർ ലോ ഒബേ ചെയ്യും, സെൻട്രൽ ഫോഴ്സ് ആണ്. ഇങ്ങനെ ഒരുപാട് പ്രോപ്പർട്ടീസ് പഠിച്ചു. മറ്റൊരു പ്രത്യേകതയാണ് they are non-contact forces. Non-contact forces എന്ന് പറഞ്ഞാൽ the interacting particle need not touch. ആക്ച്വലി ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ദൂരെ ഉള്ള ഒരു പാർട്ടിക്കിളിനെയാണ് ആക്ട് ചെയ്യുന്നത്, പാർട്ടിക്കിളിൻ്റെ മേലെയാണ് ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അത്തരം ഫോഴ്സുകളുടെ ഒരു പ്രത്യേകത, ഈ ഫോഴ്സുകൾക്ക് ഒരു ഏരിയ ഓഫ് ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കും. ആ ഏരിയ ഓഫ് ഇൻഫ്ലുവൻസിനെയാണ് സാധാരണ നമ്മൾ ഫീൽഡ് എന്ന് വിളിക്കുന്നത്. ഇവിടെ ഇലക്ട്രിക് ഫോഴ്സിൻ്റെ ഏരിയ ഓഫ് ഇൻഫ്ലുവൻസിനെ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിളിക്കാം. നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സപ്പോസ് എൻ്റെ കയ്യിലൊരു ചാർജ് ഉണ്ടെന്ന് വിചാരിക്കുക. ആൻഡ് ലെറ്റ് ക്യാപിറ്റൽ ക്യൂ ഇസ് ദ ചാർജ്. ഈ ചാർജ് കൊണ്ട് മറ്റൊരു ചാർജിൻ്റെ മേലെ സ്മോൾ ക്യൂ ഉള്ള ഫോഴ്സ് ഞാൻ മെഷർ ചെയ്യാൻ പോവാണ്. ആൻഡ് ദിസ് സ്മോൾ ക്യൂ ഇറ്റ് ഈസ് കോൾഡ് എ ടെസ്റ്റ് ചാർജ്. വളരെ ചെറിയ ചാർജാണ്, കാരണം ഈ ഫോഴ്സ് രണ്ടിൻ്റെ കൂടെ ഡിപ്പെൻഡ് ചെയ്യും. ക്യാപിറ്റൽ ക്യൂവിൻ്റെയും സ്മോൾ ക്യൂവിൻ്റെയും മാഗ്നിറ്റ്യൂഡിനെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് നമുക്കറിയാം. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ചെറുതാക്കാൻ വേണ്ടിയിട്ട്, ഇതിൻ്റെ ഇഫക്റ്റ് ചെറുതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ടെസ്റ്റ് ചാർജിൻ്റെ വാല്യൂ വളരെ ചെറുതാണ് എന്നെടുക്കും. ഈ ഒരു പോയിന്റിൽ ഉള്ള ഫോഴ്സ് ഇപ്പോൾ ഈ ഡിസ്റ്റൻസിന് അനുസരിച്ച് ആയിരിക്കും ഇരിക്കുന്നത്. സപ്പോസ് ഐ ആം മേക്കിംഗ് ദ ചാർജ് ക്ലോസർ ടു ദ ക്യാപിറ്റൽ ക്യൂ, ഫോഴ്സ് കൂടിയിട്ടുണ്ടാവും. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് മൂവ്ഡ് എവേ, ഫോഴ്സ് കുറയും. നേരത്തേക്കാൾ കുറച്ച് കൂടിയ ഡിസ്റ്റൻസിലാണ് ഇപ്പോൾ ഉള്ളത്. കുറച്ചും കൂടെ ദൂരേക്ക്, ഫാർ എവേയിലേക്ക് ഞാൻ മാറ്റുകയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് വലിയ ഡിസ്റ്റൻസായി. എന്ന് വെച്ചാൽ F = 1/4πε0 ക്യാപിറ്റൽ ക്യൂ സ്മോൾ ക്യൂ ബൈ r². r is the distance between these two charges. ഇത് വലിയ നമ്പറായി. ഇത് വലിയ നമ്പർ ആകുമ്പോൾ ഈ ഫോഴ്സ് ഓൾമോസ്റ്റ് നെഗ്ലിജിബിൾ ആയിട്ട് മാറും, ഇല്ലാതാവും എന്ന് നമുക്ക് പറയാം. തിയറിറ്റിക്കലി 0 അല്ലെങ്കിലും പ്രാക്ടിക്കലി അതിൻ്റെ എഫക്റ്റ് ഇല്ലാതാവും. പക്ഷെ നേരത്തെ അങ്ങനെയായിരുന്നില്ല, അടുത്തേക്ക് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഫോഴ്സ് കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് പറയാം, if we are moving the charge away from the capital Q, the force will be reduced. റിഡ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ പോരാ, ശരിക്കും ഇല്ലാതായി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. നേരത്തെ ഇവിടെയായിരുന്നു, അപ്പോൾ ഫോഴ്സ് ഉണ്ട്. ഇവിടെയാണെങ്കിലും ഫോഴ്സ് ഉണ്ട്. കുറച്ചൊക്കെ ദൂരെയാണെങ്കിലും ഫോഴ്സ് ഉണ്ടാവും. ബട്ട് ഇഫ് ഇറ്റ് ഈസ് മൂവിങ് ഫാർ എവേ, ദ ഫോഴ്സ് വിൽ ബി വാനിഷ്ഡ്. അപ്പോൾ ഈ ഫോഴ്സ് ഉള്ള ഒരു ഭാഗമുണ്ട്, ആ ഫോഴ്സിൻ്റെ എഫക്റ്റ് ഉള്ള ആ ഭാഗത്തെ ഞാൻ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന്. ഈ ക്യാപിറ്റൽ ക്യൂവിൻ്റെ കൊണ്ട് സ്മോൾ ക്യൂവിൻ്റെ മേലെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യണമെങ്കിൽ അത് ഈ കാണിച്ചിരിക്കുന്ന ഷെയ്ഡഡ് ഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കണം. ഇഫ് ഐ എം മൂവിങ് ഫാർ എവേ, ദ ഫോഴ്സ് വിൽ ബി റിഡ്യൂസ്ഡ്, വിൽ ബി ഡിക്രീസ്ഡ് ആൻഡ് ഫൈനലി ഇറ്റ് വിൽ ബിക്കം നെഗ്ലിജിബിൾ. അപ്പോൾ ഈ ഏരിയയാണ് തിയറിറ്റിക്കലി അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ്ലി നമ്മൾ ക്യാപിറ്റൽ ക്യൂവിൻ്റെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ്, ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിളിക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിളിക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡും ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സും ഇത് അടുത്തേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സും വ്യത്യാസമുണ്ട്. അടുത്തേക്ക് വരുന്തോറും ഫോഴ്സ് കൂടും, അകന്നു പോകുന്തോറും ഫോഴ്സ് കുറയും. അപ്പോൾ നമുക്ക് ക്വാളിറ്റേറ്റീവ്ലി മാത്രം ഡിഫൈൻ ചെയ്താൽ പോരാ, വി ഹാവ് ടു ഡിഫൈൻ സം ക്വാണ്ടിറ്റേറ്റീവ് പ്രോപ്പർട്ടി ടു ദ ടേം ഇലക്ട്രിക് ഫീൽഡ്. അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന ടേമാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഓർ സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, ക്യാപിറ്റൽ ഇ. വി ആർ കമ്മിങ് ടു ദാറ്റ്. നമ്മൾ ചാർജ് ക്യാപിറ്റൽ ക്യൂ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും r ഡിസ്റ്റൻസിൽ ഐ വുഡ് ലൈക്ക് ടു കൺസിഡർ എ പോയിന്റ് P വേർ ദ ടെസ്റ്റ് ചാർജ് Q ഈസ് പ്ലേസ്ഡ്. ഈ ക്യൂ ഇവിടുന്ന് ക്യൂവിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാറാത്തിടത്തോളം കാലം ഈ ഡിസ്റ്റൻസ് മാറുന്നതിനനുസരിച്ച് മാത്രമേ ഈ ഫോഴ്സ് മാറുള്ളൂ. Or I can say the force acting on the charge Q at a distance P is equal to 1/4πε0 QQ by r². And I told you this Q is not going to change. So ക്യാപിറ്റൽ ക്യൂ ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല, സ്മോൾ ക്യൂവും ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഫോഴ്സ് മാറണമെങ്കിൽ r മാറണം.
അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഞാനിതിനെ ഫോഴ്സ് ഓഫ് ആർ എന്ന് എഴുതണം. ആറിനനുസരിച്ചാണ് ഇതിൻ്റെ വാല്യൂ ഫോഴ്സിൻ്റെ വാല്യൂ മാറുന്നത്. സി, വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ ഫോഴ്സ് ഇപ്പോൾ ക്യൂ ഡിപ്പെൻഡൻസ് ഉണ്ട്. സ്മോൾ ക്യൂവിൻ്റെ വാല്യൂവിനനുസരിച്ചാണ് ഈ ഫോഴ്സ് പറയുന്നത്. സി, ഞാനിപ്പോൾ എടുക്കുന്ന ഒരു കൂളമ്പാണെങ്കിൽ സ്മോൾ ക്യൂ ഒരു കൂളമ്പായിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഉണ്ടാകുന്ന ഫോഴ്സ് ആയിരിക്കില്ല 2 കൂളം ആകുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സ്. അപ്പോൾ ഈ എത്ര ചാർജ് എടുക്കുന്നു എന്നുള്ളതിനനുസരിച്ചാണ് എത്ര കൂളമാണ് ചാർജ് എന്നുള്ളതനുസരിച്ചാണ് ഫോഴ്സ് മാറുന്നത്. എനിക്ക് ഡിപ്പെൻഡൻസ് ഒഴിവാക്കാൻ ഒരു മാർഗ്ഗമുണ്ട്. ഞാൻ ഈ എടുത്തിരിക്കുന്ന ചാർജ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണെന്ന് അങ്ങോട്ട് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഐ ക്യാൻ സേ ദ ഫോഴ്സ് ആക്ടിങ് ഓൺ എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എന്ന് പറയാൻ പറ്റും ഈ ഫോഴ്സിന് പകരം. സി, അപ്പോൾ ഞാൻ എൻ്റെ ഡെഫിനിഷൻ ഒന്ന് മാറ്റി എഴുതാൻ പോവാണ്. ആ പോയിന്റിലെ ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. സോ ഹൗ ക്യാൻ ഐ കാൽക്കുലേറ്റ്? F/Q എടുത്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4πε0 Q/r² ഇൻറ്റു യൂണിറ്റ് വെക്റ്റർ R. ഈ ക്വാണ്ടിറ്റിയെ നമ്മൾ വിളിക്കുന്നതാണ് ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത്. റിമെമ്പർ, ഐ എം ടെല്ലിങ് ദാറ്റ് ദിസ് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് അറ്റ് ദിസ് പോയിന്റിൽ എന്നുള്ളത് നിർബന്ധമായിട്ട് പറയണം. കാരണം ഈ പോയിന്റ് മാറിയിട്ട് ഇവിടേക്ക് വരികയാണെങ്കിൽ ഫീൽഡ് സ്ട്രെങ്ത് കൂടും. കാരണം എന്ന് വെച്ചാൽ R കുറയും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇസ് എ വെക്റ്റർ ഓർ ഇലക്ട്രിക് ഫീൽഡ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഡിസ്റ്റൻസ് R. അപ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെ വെറുതെ എന്ന് എഴുതിയാൽ പോരാ. ഐ ഹാവ് ടു റൈറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഓഫ് R അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് P എന്ന് എഴുതണം. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ΔQ ടെൻസ് ടു 0 F/ΔQ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4πε0 Q/r² ഇൻറ്റു യൂണിറ്റ് വെക്റ്റർ R. ഇറ്റ്സ് എ വെക്റ്റർ. സി, ഈ ടെസ്റ്റ് ചാർജ് ഞാൻ എപ്പോഴും പോസിറ്റീവായിട്ടാണ് എടുക്കാറ്. ബൈ കൺവെൻഷൻ അത് പോസിറ്റീവായിട്ടാണ് എടുക്കാറ്. നെഗറ്റീവ് എടുത്തോട്ട് നമുക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യാം. ബട്ട് ഒരു പ്രോബ്ലം ഉണ്ട്. നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന തിയറി മൊത്തം ഇത് പോസിറ്റീവ് ചാർജ് ആണെന്നുള്ള കൺവെൻഷനിലാണ്, ടെസ്റ്റ് ചാർജ് പോസിറ്റീവ് ആണ് എന്നുള്ള കൺവെൻഷനിലാണ് എടുത്തിരിക്കുന്നത്. സോ വി വിൽ ടേക്ക് ഇറ്റ് ആസ് പോസിറ്റീവ്. അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എവിടേക്കായിരിക്കും? ക്യാപിറ്റൽ ക്യൂ നിന്ന് സ്മോൾ ക്യൂയിലേക്കായിരിക്കും. ഓർ ഐ ക്യാൻ സേ എവേ ഫ്രം ക്യാപിറ്റൽ ക്യൂ ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. നോട്ട് വൺ തിങ്, ഞാനിവിടെ ΔQ ഈക്വൽ ടു ടെൻസ് ടു 0 എന്ന് എടുത്തിട്ടുണ്ട്. ഇതിലൊരു തിയറിറ്റിക്കൽ എറർ ഉണ്ട്. എന്താ കാര്യം വെച്ചാൽ ΔQ അങ്ങനെ ടെൻസ് ടു 0 ആവാൻ പറ്റില്ല. ചാർജിനൊരു മിനിമം വാല്യൂ ഉണ്ട്. 1.6 × 10⁻⁹ കൂളോമിൽ താഴേക്ക് പ്രാക്ടിക്കലി ആവാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ഞാനൊരു ഡെഫിനേഷൻ പേർപ്പസിന് മാത്രമാണ് ΔQ ഈസ് വെരി സ്മോൾ എന്നെടുത്തത്. കാരണം എന്താ വെച്ചാൽ ΔQ കൊണ്ട് ഒരു ഇഫക്റ്റ് ഒരിക്കലും ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന് മേലെ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ മാർഗ്ഗം എന്താ വെച്ചാൽ ΔQ വളരെ ചെറുതായിട്ട് എടുക്കുക എന്നുള്ളതാണ്. സോ ഐ എം ടേക്കിംഗ് ലൈക്ക് ദിസ്. സി, I can define electric field E of R equal to F/ΔQ, where ΔQ is a very small quantity, equal to 1/4πε0 Q/r² into R. F/Q, force per unit positive charge. So electric field can be defined as the force acting per unit positive charge placed at a point. That is important. ഇലക്ട്രിക് ഫീൽഡ് പറയുമ്പോൾ എവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയണം. കാരണം ഇലക്ട്രിക് ഫീൽഡ് മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഇവിടെ വെക്കുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കില്ല അകലേക്ക് പോകുന്നതോറും ഉണ്ടാവുക. അടുത്ത് വരുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രോങ്ങർ ആവും. സി, വാട്ട് അബൌട്ട് ദ യൂണിറ്റ്? F/Q ആണ്. ന്യൂട്ടൺ പെർ കൂളോമാണ്. ഫോഴ്സ് ന്യൂട്ടണിലാണ്, ചാർജ് കൂളോമിലാണ്. സോ ഐ ക്യാൻ സേ ഇറ്റ് ഈസ് ഇൻ ന്യൂട്ടൺ പെർ കൂളോം. ഇതല്ലാതെ ഒരു യൂണിറ്റ് കൂടെ നമ്മൾ അടുത്ത സെഷനിൽ പഠിക്കും. നമുക്ക് അപ്പോൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. നൗ യു ടേക്ക് ആസ് ഇറ്റ് ഈസ്. സി, ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എവിടേക്കായിരിക്കും ഉണ്ടാകുന്നത്? ക്യൂവിൽ നിന്ന് സ്മോൾ ക്യൂക്ക്, എവേ ഫ്രം പോസിറ്റീവ് ചാർജ് എന്നാണ്, ഈ ക്യൂ എന്നാണ്. വാട്ട് അബൌട്ട് ഇഫ് ഐ എം റീപ്ലേസിങ് ദ സ്മോൾ ക്യൂ ക്യാപിറ്റൽ ക്യൂ ബൈ എ നെഗറ്റീവ് ക്യൂ? അങ്ങനെയാണെങ്കിൽ ഈ ഫോഴ്സ് തിരിച്ചിങ്ങോട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്കെന്ത് പറയാം? നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി ടുവേർഡ്സ് ദ ചാർജ്. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ എവേ ഫ്രം ദ ചാർജ്. കുറച്ചും കൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഐ ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്. പോസിറ്റീവ് ക്യൂ ആണെങ്കിൽ ഇതിൻ്റെ ഓരോ പോയിന്റിലുള്ള ചാർജ് എവേ ഫ്രം ദ ചാർജ് ആയിരിക്കും. നെഗറ്റീവ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി ടുവേർഡ്സ് ദ ചാർജ് ആയിരിക്കും. ഐ തിങ്ക് ദ കോൺസെപ്റ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ക്ലിയർ. നമുക്ക് ഇലക്ട്രിക് ഫീൽഡിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസാണ് അടുത്ത് പഠിക്കാനുള്ളത്. We will look into that in our next session.